ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ പോലും അതിനായി ചിലർ മുന്നോട്ട് വരുന്നത് പരിതാപകരമാണ്. സാമൂഹിക ഇടപെടലുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും അതിലിടപെടുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി വരിഞ്ഞുമുറുക്കുകയും ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലപ്പുറം കരിപ്പൂരിൽ മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ നമ്മുടെ കേരളത്തിൽ പോലും ഭൂരിപക്ഷ വർഗീയ ശക്തികൾ, ശത്രുക്കളായി കരുതുന്ന വിഭാഗങ്ങളിലെ ചില നേതാക്കൾ വരെ മുന്നോട്ട് വരുന്നു എന്നത് പരിതാപകരമായ കാര്യമാണ്. തീവ്രമതാത്മകതയും തീവ്രദേശീയതയുമാണ് പ്രചരിപ്പിക്കുന്നത്. മതവും രാഷ്ട്രീയവും തമ്മിലുള്ള അകലം ഇല്ലാതാക്കി ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ മതരാഷ്ട്രവാദികളെ അകറ്റി നിർത്തേണ്ടതുണ്ട്. ഇന്ത്യയിൽ അധികാരികൾ തന്നെ അതിനെ അട്ടിമറിക്കുന്ന വിധത്തിൽ മതവും രാഷ്ട്രവും തമ്മിലുള്ള വേർതിരിവ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൗരത്വം നൽകുന്നതിന് മതവിശ്വാസം ഒരു ഘടകമാക്കിയും വ്യക്തി നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഒരു മതത്തിൽപ്പെട്ടവർക്ക് മാത്രം ക്രിമിനൽ കുറ്റമാക്കിയും വൈവിധ്യങ്ങളെ ഏകദാനത കൊണ്ട് പകരം വെക്കാനുള്ള നിയമങ്ങൾ നടപ്പാക്കിയുമെല്ലാം തീവ്ര മതാത്മകതയും തീവ്ര ദേശീയതയും പ്രചരിപ്പിക്കുകയാണ്. മലബാർ കലാപത്തിലെ പോരാളികളെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റാനാണ് ശ്രമിക്കുന്നത്. ചരിത്രത്തെ വർഗീയവൽക്കരിക്കുകയാണ്. വെട്ടിമാറ്റപ്പെടുന്ന ചരിത്രം നമ്മുടെ മക്കൾ പഠിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രക്തസാക്ഷികളെയും വാര്യംകുന്നത്ത് കുഞ്ഞാമുദ് ഹാജിയും ആലി മുസ്ലിയാരുമടക്കമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികളെയും എല്ലാം നമ്മുടെ സാമ്രാജ്യത്വ വിരുദ്ധ സമര ചരിത്രത്തിൽ നിന്ന്, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റുന്ന സമീപനമാണ് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നവർ ഇന്ന് കൈക്കൊള്ളുന്നത്. ചടങ്ങിൽ KNM മർക്കസ് ദഅവ പ്രസിഡന്റ് EK അഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. CP ഉമർ സുലമി, PK കുഞ്ഞാലിക്കുട്ടി, അബ്ദുസമദ് സമദാനി, NM അബ്ദുൾ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, മലപ്പുറം.